നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ കുവൈറ്റ് ഒമാൻ തീരുമാനം. GCC രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കാനും കുവൈറ്റ് അമീറും ഒമാൻ ഭരണാധികാരിയും തമ്മിലുള്ള ചർച്ചകളിൽ തീരുമാനമായി. കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷേൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ ദ്വിദിന ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിയത് പരസ്പര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി നടത്തിയ ഔദ്യോഗിക ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും GCC രാജ്യങ്ങൾക്കിടയിലെ സൗഹൃദവും ശക്തിപ്പെടുത്താൻ ധാരണയായി. പൊതു താൽപര്യമുള്ള പ്രധാന വിഷയങ്ങളും പ്രാദേശികവും അന്തർദേശീയവുമായ പുതിയ സംഭവ വികാസങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഒമാനിലെ ഏറ്റവും വലിയ പെട്രോകെമിക്കൽ സ്ഥാപനമായ ദുഖം റിഫൈനറി കുവൈറ്റ് അമീറും ഒമാൻ സുൽത്താനും ചേർന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. കുവൈറ്റും ഒമാനും സംയുക്തമായി നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപ പദ്ധതിയാണ് ദുഖം റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽസ് ഇൻഡസ്ട്രീസ്. ഒമാന്റെ മൊത്തം എണ്ണ ശുദ്ധീകരണ ശേഷി പ്രതിദിനം 5 ലക്ഷം ബാരലാക്കി ഉയർത്താൻ ഇതോടെ കഴിയും. ഉദ്ഘാടനത്തിനെത്തിയ സുൽത്താനെയും അമീറിനെയും പരമ്പരാഗത കലാരൂപങ്ങളോടെയാണ് വരവേറ്റത്. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും എണ്ണമന്ത്രിയുമായ ഡോക്ടർ ഇമാദ് അൽ അതീക്കി, ഒമാൻ ധനമന്ത്രി സുൽത്താൻ ബിൻ സലേം അൽ ഹബ്സി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ദുഖം വിമാനത്താവളത്തിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ നേതൃത്വത്തിൽ കുവൈറ്റ് അമീറിന് യാത്രയയപ്പ് നൽകി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.